ഹായ്, എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, സാധാരണ ബോയ്സ് ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതിൽ കുറച്ച് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ അവർ നോക്കാറുണ്ട്. അതിൽ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 4-5 കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റൊക്കെ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ജെന്യൂൻ ആണ് എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, എത്രത്തോളം ഓപ്പൺ മൈൻഡഡ് ആണ് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നന്നായി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഭയങ്കര അത്യാവശ്യം നല്ല ബോൾഡായിട്ടാണോ, അതല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ അധികം ഒന്നും ഓപ്പൺ അല്ലാണ്ട് ദേഷ്യം വന്നവർ എന്തൊക്കെയോ മറച്ചു വിളിച്ച് സംസാരിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ചിലർക്കുണ്ട്. അങ്ങനെയാണോ എന്നുള്ളതൊക്കെ ഇവർ ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നോക്കാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആവുന്നുണ്ടോ അത്രത്തോളം അവർക്ക് നിങ്ങളെ ഇഷ്ടമാവും എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നവരെ വലിയ രീതിയിലുള്ള ഇഷ്ടമൊന്നും ആർക്കും ഉണ്ടാവില്ല. എന്നാൽ ഒക്കെ നല്ല തമാശ രീതിയിൽ എടുക്കുന്ന, എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കത് വലിയൊരു അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആണ് എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ നെയിൽസ് ആണ്. നിങ്ങളുടെ നഖം അവർ നന്നായിട്ട് നോക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ പെൺകുട്ടികളൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കണ്ടാവില്ല. ഇവർ നമ്മുടെ നഖം നോക്കുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ടാവില്ല, പക്ഷെ ഇവരതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നെയിൽസ് വളർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര നീറ്റായിട്ട്, അതായത് ചിലരുടെ കയ്യിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ, അതായത് അതിൽ വൃത്തിയില്ലാതൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ കുറച്ചൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ വളർത്തിയെങ്കിൽ അത് നല്ല ഭംഗിയിലൊക്കെ ഷേപ്പായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നെയിൽ പോളിഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പം എങ്ങനെയായാലും നിങ്ങളുടെ നെയിൽസ് ഒക്കെ ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സെൻസ് ഓഫ് സ്റ്റൈലാണ്. നിങ്ങളെ എത്രത്തോളം സ്റ്റൈൽസിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, അതായത് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിടുന്ന ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാച്ച് ആവുന്ന രീതിയിലാണോ, അതിന് മാച്ച് ആവുന്ന രീതിയിലാണോ നിങ്ങൾ ബാക്കിയുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്, ഇതൊക്കെ അവർ നോക്കുന്നുള്ളതാണ്. ചിലരെന്ന് പറയുമ്പോൾ ചിലർക്ക് ചില ഡ്രസ്സുകൾ വലിയ രീതിയിൽ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അവരത് ഇടും. അപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം, കാണുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും അവർക്കത് വലിയ രീതിയിൽ രസമല്ലാതുള്ളത്. പക്ഷെ നമ്മളത് പറയില്ലായിരിക്കും, എങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ ഏത് ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്യൂട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതൊരിക്കലും ഒരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, വലിയ രീതിയിലുള്ള കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ചിലർക്ക് അങ്ങനെ കഴിയുന്നവരുണ്ട്, ചിലർക്ക് കഴിയാത്തവരുണ്ട്. പക്ഷെ ഈ ഒരു കഴിവെന്ന് പറയുന്നത് പൊതുവെ ബോയ്സിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണെന്നുള്ളതാണ്. അതായത് അവർക്ക് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ള ആ ഒരു സ്റ്റൈലിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് എപ്പോഴും ഇവർക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അത്തരത്തിലുള്ള അറിവുകൾ ഉണ്ട് എന്നുള്ള കാര്യവും ഇവരെ ശ്രദ്ധിക്കാറുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ സ്മെല്ലാണ്. ഈ സ്മെല്ല് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ ഗേൾസിലായാലും ബോയ്സിലായാലും എല്ലാവരുടെ കാര്യത്തിലായാലും. ഒരാൾ നമ്മളുടെ അടുത്ത് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നല്ല സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ ഒന്നുകൂടി നോക്കും. അതായത് നല്ല സ്മെല്ലാണല്ലോ, ആരാ പോയത് എന്നുള്ളത് നമ്മൾ നോക്കാറില്ലേ. അപ്പൊ ഇത് ശരിക്കും എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളെ കുറിച്ച് തന്നെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു സ്വഭാവമോ ഒക്കെ ആവും നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടായിരിക്കാം. നമുക്ക് അയാളെ പ്രത്യേകിച്ച് പരിചയമില്ലെങ്കിൽ കൂടി ഒരു പോസിറ്റീവായ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് ഒരാൾ പാസ് ചെയ്യുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പം നമുക്ക് അയാളോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നും ഫീൽ ചെയ്യില്ല. അയ്യോ, മീൻസ് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഈ വേർപ്പിന്റെ സ്മെല്ലൊന്നും അല്ല കേട്ടോ, അതൊന്നും ഒരിക്കലും മോശമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയൊക്കെ വേർക്കുണ്ടാവും, അപ്പൊ അതിന്റെ സ്മെല്ല് വരും, അതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പെർഫ്യൂംസ് എന്നുള്ളത് മാത്രമാണ്, നമ്മൾ നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരാളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്മെല്ല് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്മെല്ല് എന്തായാലും അവർക്ക് ആ സ്മെല്ല് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അവർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ ഏതെങ്കിലും വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് അവർ പെട്ടെന്ന് അവരെ പാസ് ചെയ്ത് പോവുകയാണ് ഒരു പേഴ്സൺ. അപ്പോൾ നമ്മളെ യൂസ് ചെയ്ത സെയിം സ്പ്രേയുടെ ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ വന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് നമ്മളുടെ ചിന്ത വരും എന്നുള്ളതാണ്. അപ്പോൾ സ്മെല്ലിന് ആ ഒരു കഴിവുകൂടി ഉണ്ട്, നമ്മളെ മിസ് ചെയ്യിപ്പിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കാനും, അതായത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളുടെ ഓർമ്മകൾ കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു കഴിവ് ഈ ഒരു സ്മെല്ലിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്മെല്ല് എപ്പോഴും നല്ല രീതിയിലായിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ നല്ല പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. വലിയ രീതിയിൽ ചിലവുള്ളതെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ചൊക്കെ നല്ല സ്മെല്ല് തോന്നുന്ന റേറ്റ് കുറവുള്ള പെർഫ്യൂംസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ല്, നിങ്ങളുടെ സ്മെല്ലും സാധാരണ
ബോയ്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ടോ? ഭയങ്കര ക്രൂവലായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. എന്നാൽ ഭയങ്കര ശാന്തമായിട്ട് ആണ് സംസാരിക്കുന്നത്, എല്ലാവരോടും അത്യാവശ്യം നല്ല ദയയും കരുണയും ഒക്കെ ഉള്ള ഒരാളാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സൺ എന്ന് കരുതിയിട്ട് വലിയ രീതിയിൽ ഭയങ്കര ദയ ഉണ്ടായിരിക്കണം, കരുണ ഉണ്ടായിരിക്കണം, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ജീവിക്കുന്ന ഒരു പേഴ്സൺ, അങ്ങനെയല്ല ഞാൻ പറയണത്. എങ്കിൽ കൂടി നമ്മൾ കുറച്ചൊക്കെ മനുഷ്യത്വമുള്ളൊരു പേഴ്സൺ എന്നൊക്കെ പറയില്ല, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭയങ്കര ക്രൂവലായിട്ടൊക്കെ പെരുമാറുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പോകാൻ പോലും ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഉള്ളവരെ പൊതുവെ ബോയ്സിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 5 കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ബോയ്സ് എന്ന് മാത്രമല്ല എല്ലാവരും നോക്കുന്ന കാര്യമാണ്, ഗേൾസ് ആണെന്നുണ്ടെങ്കിലും നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പൊതുവെ കൂടുതൽ ബോയ്സ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് മാത്രം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും അവർക്കൊരാളോട് ഇഷ്ടം തോന്നുക എന്ന് കരുതി ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ അവർ സ്നേഹിക്കൂ എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഇഷ്ടം തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ ഇഷ്ടം കൂടുന്നതൊക്കെ ഈ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതിലൂടെയാണ്. അപ്പൊ അവർക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ഈ കാര്യങ്ങളെല്ലാം നോക്കും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇഷ്ടം തുറന്നു പറയണ്ടാവുക, അല്ലെങ്കിൽ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം അതിലത് നോക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ റിജക്ഷൻ വരാനുള്ള സാധ്യത കൂടി ഉണ്ട്, അല്ലെങ്കിൽ പിന്നീട് അവർ നിങ്ങളെ വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പെർഫെക്റ്റ് ആവണമെന്ന് പറയുന്നില്ല, എങ്കിലും കുറേയൊക്കെ ഓക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അയാൾക്ക് നിങ്ങൾ ഓക്കെ ആയിരിക്കും, ഒരിക്കലും അയാൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ഓക്കെ ആവണം, എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആവണം എന്നൊന്നും ഞാൻ പറയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പൊതുവെ ബോയ്സ് എങ്ങനെയാണ് ഗേൾസിനെ കാണുമ്പോൾ എന്തൊക്കെയാണ് നോക്കാറുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആവുന്നേ വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്